എല്ലാവരും ഈ ഹൈഫ്ലൈസ് എന്ന ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും വളരെ ഹാർഡ് വർക്ക് എടുക്കുകയാണ്. നമുക്കറിയാൻ പറ്റും, ഇന്ന് വെറും ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലും വെറും ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് ഇന്നൊന്നും നേടാൻ കഴിയില്ല. മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വർക്കിന്റെ കാലഘട്ടമാണ്. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നമ്മൾ ചെന്നിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള, ലോകത്ത് തന്നെ നമ്പർ 1 ആവാൻ പോകുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു കമ്പനിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും തന്നെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ വിജയിച്ചവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇന്ന് ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു മേഖലയിലാണ് ഇന്ന് നമ്മളും എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അതിന്റെ നമുക്കറിയാം, ഒരു സക്സസ് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ പടിപടിയായിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും സക്സസിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്കറിയാൻ പറ്റും ഈ ഹൈഫ്ലൈസ് എന്ന ഈ ഒരു പ്രോഗ്രാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ചെലവുമില്ല. നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൈമാണ്. അതിനിടയിലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഈ ഒരു മേഖല എന്താണെന്ന് അറിയാനും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന ഈ ഒരു മേഖല സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് സ്ട്രഗിളുകൾ നേരിട്ട ഒരു മേഖലയാണ്. കാരണം അന്ന് ഗവൺമെന്റ് അംഗീകാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതെല്ലാം നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള മഹത് വ്യക്തികൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൊരുതി ഇന്ന് നമുക്കറിയാൻ പറ്റും, ഗവൺമെന്റ് വരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഓരോ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് ഇന്ന് നമ്മുടെ മേഖല മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിന്റെ വളരെ വിലപ്പെട്ട ഓരോ എക്സ്പീരിയൻസുകളാണ് നമുക്ക് ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി. നമുക്കറിയാൻ പറ്റും, ആഴ്ചയിൽ എല്ലാ ദിവസവും ശനി ഞായർ ഒഴികെ എല്ലാ ദിവസവും ഓരോ ലീഡേഴ്സിന്റെയും എക്സ്പീരിയൻസും നമ്മൾ ഈ ഒരു മേഖല ഏത് രീതിയിലൂടെ പോയാൽ എങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു മേഖലയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഓരോ ലീഡേഴ്സും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സൂം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹൈഫ്ലൈസ് മീറ്റ് എന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ എന്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ എക്സ്പീരിയൻസ് പറയാൻ പോകുന്ന ആ വ്യക്തിത്വത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ഒരു കർത്തവ്യം. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ ടീമിന്റെ റോൾ മോഡൽ ആയിക്കൊണ്ട് ഫാമിലി ആയിട്ട് ഈ ഒരു അവസരം ഏറ്റെടുത്ത് നമുക്കറിയാൻ പറ്റും, ഞങ്ങളുടെ ഈ ഒരു സാറ് ഈ ഒരു അവസരം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് വളരെ നെഗറ്റീവ് ആയിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ വലങ്കൈ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു മേഖല വളരെ പാഷനായി തന്നെ രണ്ടുപേരും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനത്തെ ഒരു കപ്പിൾസിനെ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് കിട്ടിയത്. അത് മറ്റാരുമല്ല, ഈ ഒരു മേഖല ചെയ്യുന്നതിന് മുൻപ് ഒരു മദ്രസ അധ്യാപകനായിക്കൊണ്ടിരിക്കെ ആ സമയം തന്നെ പല മേഖലകളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലംബിങ്, അതുപോലെ തെങ്ങ് കയറ്റം തുടങ്ങിയ ഒരുപാട് മേഖലകൾ അദ്ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വെരിക്കോസ് വെയിൻ എന്ന അസുഖം പിടിപെടുകയും അത് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ ഒരു കാരണമായി എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് അദ്ദേഹം നമ്മുടെ കമ്പനിയിലെ ഓരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സമയത്ത് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുകയും അതിലുപരി ഇതിലൊരു ബിസിനസ് അവസരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകാതെ വളരെ പാഷനായിട്ട് എല്ലാവർക്കും ഒരു റോൾ മോഡലായി കൊണ്ടുപോകുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ലത്തീഫ് ഫ്രം പൂവക്കൽ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം STC ലീഡറാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഗോയിങ് RTCയിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനത്തോടെ ഇന്നത്തെ എക്സ്പീരിയൻസ് നമുക്ക് സെഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, ലത്തീഫ് സർ, പ്ലീസ് വെൽക്കം ഓൺ ദി പ്ലാറ്റ്ഫോം. താങ്ക് യു അമിത മാഡം. നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. അമിത മാഡം നമ്മുടെ ടീമിൽ തന്നെ വളരെ ശക്തമായി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഗ്രേറ്റ് ലീഡറാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആണെങ്കിലും അടുത്ത് തന്നെ നമ്മളെ സോണൽ ടീം കോർഡിനേറ്റർ ആകാൻ പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ അമിത മാഡം. നല്ലൊരു കൈയടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ഞാൻ ഹാർദവമായി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ എത്തിപ്പെടാൻ കാരണക്കാരായ
സർവശക്തനെ സ്തുതിക്കുന്നതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഇതില് ഒരു ഐഡിയ അടിക്കാൻ കാരണക്കാരനായ നമ്മുടെ ഈ SBG ഫൗണ്ടേഷൻ മനോജ് സാറ് ആൻഡ് ലത മാഡം രണ്ടുപേരെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ നമ്മുടെ SBGയിലെ മുഴുവൻ ലീഡേഴ്സിനെയും, നമ്മുടെ അൽതാഫ് സാറ്, നിഷാന്ത് സാറ്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ലീഡേഴ്സിനെയും നാം നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഡ്രൈവിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രതീക്ഷയോടുകൂടി ഈ ബിസിനസ് ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ഇത് ചെയ്യാനും കാരണക്കാരായ പ്രത്യേകിച്ചും എന്റെ മെന്റർ നിഷാന്ത് സാറിനെ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ സമയത്തും അതുപോലെ തന്നെ ഏത് സമയത്തും നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ ബിസിനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഓരോരോ സമയവും നമുക്ക് വേണ്ടി ആ സമയാനുസരണം നമുക്ക് വേണ്ടി ഇട്ട് തരുന്ന ലീഡേഴ്സാണ് നമ്മുടെ നിഷാന്ത് സാറും അതുപോലെ തന്നെ അൽതാഫ് സാറും. രണ്ടുപേരെയും ഈ സമയത്ത് സ്മരിക്കുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ ഡൗൺലേഴ്സിനെയും ഓരോ സ്റ്റെപ്പുകളും കയറി വരുന്ന ബരിസ്റ്റാർ മുതൽ എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനെയും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ ഈ ബിസിനസ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ബിസിനസ് വലിയ മുതൽ മുടക്കില്ല എന്നത് കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാർക്കും ഏറ്റെടുക്കാനും അതിലൂടെ ഒരു ടീം വർക്കിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഇതിന്റെ സാധ്യത എത്ര മാത്രമാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രോഗ്രാമുകളും ETSകളും നമ്മൾ അറ്റൻഡ് ചെയ്താൽ ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമ്മുടെ മലപ്പുറം മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരുപാട് സംഘടനക്കാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ മനസ്സറിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും ആളുകളെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം മലപ്പുറം ജില്ലയിൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനക്കോ സാധിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് മുതിർന്ന ആളുകള്, അതുപോലെ ചെറുപ്പക്കാരും, മതമുള്ളവരും മതമില്ലാത്തവരും, അതുപോലെ പല പല വർണ്ണത്തിലും രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരേ ദേശീയ ഗാനം ആലപിക്കുന്ന ഒരു സദസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം GTS ആണ്. അതൊക്കെ തന്നെയാണ് ഈ ബിസിനസിന്റെ വളർച്ചയെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം. അതുപോലെ തന്നെ ഇനി വിജയിച്ച ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന മേഖല ഏതൊരു മേഖല, അതുപോലെ വാഹനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ലൈഫ് ചേഞ്ചിന്റെ ഭാഗമാണെങ്കിലും വീടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും വിചാരിച്ച പോലുള്ള നല്ല മനസ്സിലാക്കിയ രൂപത്തിൽ നമ്മൾ എഴുതി വെച്ച രൂപത്തിലെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമ്മുടെ ഈ ബിസിനസ് മാറിക്കഴിഞ്ഞു. വിജയിച്ച ആളുകൾ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്. നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ലീഗലായ ഒരുപാട് 400ഓളം കമ്പനി ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എന്നാലും അവരുടെ ഒരു മീറ്റിംഗ് സെന്റർ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കൂല. അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഒരുപാട് കമ്പനി ഉണ്ടെങ്കിലും ടോപ്പ് 10 ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ 10 നല്ല കമ്പനി ഏതാന്ന് സെർച്ച് ചെയ്താൽ അതും ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ വേൾഡിൽ 1ാം സ്ഥാനത്താകാൻ പോകുന്ന കമ്പനിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. അതുപോലെ തന്നെ നമ്മുടെ SBG എന്ന ടീം, ഈ ടീമിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ SBGക്ക് പ്രത്യേകമായ ഒരു ഡ്രീം ഉണ്ട്. അതായത് സക്സസ് ബ്രൈ ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷൻ ഗ്ലോബലിൽ സക്സസ് ആകാൻ പോകുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിപ്പെട്ട കമ്പനിയും നമ്മൾ എത്തിപ്പെട്ട മേഖലയും നമ്മൾ എത്തിപ്പെട്ട ടീമും നല്ലൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സർവശക്തനെ നമ്മൾ സ്തുതിക്കുകയാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ എത്തിപ്പെട്ടത് നല്ലൊരു ടീമിലായി പോയി. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ പരാജയപ്പെടണമെങ്കിൽ ഞാൻ മാത്രം തീരുമാനിക്കണം. ഞാൻ ഇതിൽ പരാജയപ്പെടണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ കമ്പനിയുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ ടീമിന്റെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഈ മേഖലയുടെ കുറ്റം കൊണ്ടോ ഒരിക്കലും തന്നെ നമുക്ക് പരാജയപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും ഈ വിഷയത്തിൽ എല്ലാവരും തീരുമാനം എടുക്കുക, അടിയുറച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, ഫീൽഡിൽ ഇറങ്ങുക. അപ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ഈ സമയത്ത് ഇതിൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ ഇതിൽ വിജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നവരൊക്കെ എഴുതിയെടുക്കുക. അതായത് നമുക്കൊരു സ്വഭാവമുണ്ട്,
നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, അതുപോലെ തന്നെ ഫോണിൽ റെക്കോർഡാക്കും, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കും. അതൊന്നും ഒരിക്കലും സക്സസിന്റെ മാർഗമല്ല. വിജയിക്കാൻ തീരുമാനമെടുത്തവരൊക്കെ ഏതൊരു ക്ലാസ്സിലും ഒരു പേനയും ഡയറിയുമായിട്ട് ഇരിക്കണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. വിജയിച്ച ആളുകളുടെ ഇപ്പൊ നമ്മളെ ടീമിൽ തന്നെ ഒരുപാട് ആളുകൾ വിജയിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ എഴുതിയെടുക്കുന്ന ശീലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതില് പരാജയപ്പെടാനും കുറെ കാരണങ്ങളുണ്ട്. ആ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ മാറ്റി വെച്ചാലാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ എന്നല്ല, നമ്മുടെ ഏത് ബിസിനസ്സിലാണെങ്കിലും പരാജയപ്പെടാൻ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും. അത് എന്തൊക്കെയെന്ന് അറിഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചാലാണ് നമുക്ക് ഈ ബിസിനസ്സിലും അതുപോലെ തന്നെ ഏത് മേഖലയിലും വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മള് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ് തന്നെ ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വഴിമേലിട്ട് പോയവരുണ്ടാകും. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും. ഇപ്പോ അത് മൈലേജ് സ്റ്റൈലിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെയോ നമ്മുടെ ടീമിന്റെയോ കുറ്റമല്ല, അത് അവരുടെ കുറ്റമാണ്. അപ്പോ നമ്മൾ എന്താ കുറച്ച് കാര്യങ്ങൾ, ഈ പരാജയപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ വിശ്വാസവും മൈൻഡ് സെറ്റും മാറാൻ തയ്യാറാവുക. നമ്മുടെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ വിശ്വാസവും മൈൻഡ് സെറ്റും മാറ്റാൻ തയ്യാറാകണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ എത്തിപ്പെട്ടാൽ നമ്മൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അപ്ലൈനെ, കമ്പനിയെ, പ്രൊഡക്റ്റിനെയൊക്കെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ ഒരണു അളവ് കുറവാണെങ്കിൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കൂല. അതിനെന്താ ചെയ്യേണ്ടേ ചോദിച്ചാൽ, പ്രൊഡക്റ്റിന്റെ വിഷയത്തിൽ നമുക്ക് വിശ്വാസം വരണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളാകണം നമ്മളെ നാട്ടിലുള്ള കടയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, എന്നിട്ട് ഇതിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ കടയിൽ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്താൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കൂല. നമ്മളെ കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങണം. പ്രത്യേകിച്ചും നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഓഫർ വന്നത് എന്ന് പറഞ്ഞാല് 1000 രൂപക്ക് നമുക്ക് ഏത് പ്രൊഡക്റ്റും വാങ്ങാം മദർ എയ്ഡിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക്. എന്നാൽ നമ്മുടെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ നമ്മൾ സോപ്പും പേസ്റ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള കമ്പനിൻ്റെത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കൂല. അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ്, ഒരു സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ് അല്ല ബിസിനസ്സുകാരന് വേണ്ടത്, അത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിജയിക്കുമെന്ന ഉറച്ച തീരുമാനപ്പെടുത്ത എല്ലാവരും മൈൻഡ് സെറ്റുകൾ ഒരു ബിസിനസ്മാൻ്റെതാക്കി മാറ്റണം. അതിന് വേണ്ടത് നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഓരോരോ GTSകളും ഇന്ന് പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം GTSന് വേണ്ടി. അപ്പോൾ ഇത്രയും നല്ലൊരു പവർഫുൾ ആ GTS നമ്മളെ നാട്ടിലുണ്ടാകുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ആ പഴയ മൈൻഡ് സെറ്റ് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കൂല. പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മുഴുവനും അറ്റൻഡ് ചെയ്യുക. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ ഈ ബിസിനസ്സിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കൂല. പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഹോം മീറ്റിംഗ് മുതൽ അതുപോലെ തന്നെ നമ്മളെ BOP, അതുപോലെ NDO ട്രെയിനിങ് തുടങ്ങിയ ഓരോരോ പ്രോഗ്രാമുകളും നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ലീഡേഴ്സ് നമുക്ക് ഇട്ടു തരുന്നത്. ആ പ്രോഗ്രാമുകൾ ഉപയോഗിക്കാതെ നമ്മുടെ വിശ്വാസത്തിൽ മാറ്റം വരുത്താനും നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താനും സാധിക്കൂല. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്നവരൊക്കെ പ്രോഗ്രാമിൽ നിന്നാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് എല്ലാവരും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഒന്നാമതായിട്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ മൈൻഡ് സെറ്റും വിശ്വാസവും കൂട്ടുക. ഇതാണ് ഒന്നാമത്തെ ഘടകം. അത് കൂട്ടാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പൊ പ്ലാൻ കൊടുക്കുമ്പോഴൊക്കെ പറയും നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾ മീറ്റിങ്ങിനും വരണ്ട പ്രോഗ്രാമിനും വരണ്ട, അങ്ങനെ ആർക്കും നമ്മൾ ജോയിനിങ് കൊടുക്കാതെ നിൽക്കാൻ നല്ലത്. പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇതിൽ വിജയിക്കാൻ സാധിക്കൂല. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അപ്പൊ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നല്ല സംഖ്യക്ക് നമ്മൾ ഉൽപ്പന്നം വാങ്ങണം, അപ്പോഴേ ഉപയോഗിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹോം ഷോപ്പ് എടുത്ത ആൾക്ക് ചുരുങ്ങിയത് ഒരു 10-25 പേസ്റ്റ് കൊടുക്കാണ്ടാവും.
ഈ 25 പേസ്റ്റ് ഒന്ന് അയാൾ ഉപയോഗിച്ചാലും ബാക്കി 24 വീടുകളിലേക്കാണ് ഈ ഉൽപ്പന്നം കയറുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടുകളിൽ അത് പോസിറ്റീവ് ആകും. അവിടെ നിന്ന് വീണ്ടും ഈ ഉൽപ്പന്നം ചോദിച്ചു വരുമ്പോൾ ഇത് ഏറ്റെടുത്ത ആൾക്ക് തന്നെ ബിലീഫ് ലെവൽ കൂടുകയും ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാൽ ചെറിയ സംഖ്യക്ക് 1000 രൂപക്കും 2000 രൂപക്കും 5000 രൂപക്കും ഉൽപ്പന്നം എടുത്ത് ഇതിൽ വന്ന ആളുകളൊക്കെ ഇത് നിർത്തിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ആകെ 2-3 പേസ്റ്റ് ഉണ്ടാവും. അത് ഒരെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ, ബാക്കി 2 വീടുകളിലേക്ക് കൊടുത്ത് പിന്നെ ഈ 2 വീട്ടിൽ നിന്ന് മാത്രമേ ഇത് ചോദിച്ചു വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ ഹോം ഷോപ്പിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഉൽപ്പന്നം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ഇതിൽ വലിയ രൂപത്തിൽ വളരാനും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ 95ഉം അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഹോം ഷോപ്പിൽ തന്നെ വേണം. അത് ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെതായ ആ വിശ്വാസം അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ വിശ്വാസം കൂട്ടാനുള്ള ഒറ്റ കാര്യമാണ് കൂടുതൽ പർച്ചേസിങ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഹോം ഷോപ്പിംഗിലേക്ക് മാറുകയും അതിലൂടെ വീട്ടിലുള്ള ഒരുപാട് 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഐഡി സെറ്റ് ആകുകയും അവരൊക്കെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ടീമിൽ തന്നെ ഈ ഇങ്ങനെ ഹോം ഷോപ്പിൽ പർച്ചേസ് ചെയ്ത ആളുകള് വീണ്ടും അവരുടെ ഫാമിലിയിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 18 വയസ്സായ യുവാക്കളൊക്കെ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ അവർക്കൊക്കെ പിന്നീട് ഒരു ഭാഗം നമുക്ക് സെറ്റ് ആക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ 18 വയസ്സായ വീട്ടിലുള്ള എല്ലാവർക്കും ഐഡിയ അടിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അവർക്കൊക്കെ ഒരു അഡീഷണൽ വരുമാനം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടുതൽ ഉൽപ്പന്നം ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് ഈ ബിസിനസ് നമുക്ക് ാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ പരാജയപ്പെടാനുള്ള ഒരു കാര്യവും, അതായത് പ്രോസ്പെക്റ്റിന്റെ ലിസ്റ്റിന്റെ എണ്ണം കുറഞ്ഞവരാണ് ഈ ബിസിനസ് നിർത്തിപ്പോയവരും പരാജയപ്പെട്ടവരും. അതായത് നമ്മുടെ ബിസിനസ്സില് ലിസ്റ്റ് മസ്റ്റാണ്. ലിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂല. ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിലെ പെട്രോൾ ടാങ്ക് ആണ് നമ്മുടെ ലിസ്റ്റ്. അതിൽ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അത്രയും പെട്രോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് 10-20 ആളുകളെ ലിസ്റ്റ് മാത്രം ഇട്ട് ചില ആൾക്കാർ അത്രയിട്ടുണ്ടാവില്ല, എന്നിട്ട് നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അവരൊക്കെ പെട്ടെന്ന് നിർത്തിപ്പോവും. അവർ ഈ ആളുകളോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും പറഞ്ഞ് പിന്നീട് അപ്ലൈനെ വിളിച്ച് അവർ പറയും, എനിക്ക് പറയാനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ബിസിനസ്സിനില്ല, ഇത് എന്നോട് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത എല്ലാ ആളുകളും 210 ആളുകളെ ലിസ്റ്റ് നിർബന്ധമായിട്ടും എഴുതുക. എഴുതിയാൽ മാത്രമാണ്, അതായത് അവരുടെ പേര്, സ്ഥലം, വയസ്സ്, ഫോൺ നമ്പർ, നിലവിലെ ജോലി, ഈ കാര്യങ്ങളൊക്കെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. എന്നാലാണ് ഒരു അപ്ലൈന് ഈ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇത് എവിടൊക്കെയാണ് ആളുകൾ ഉള്ളത്, അവർക്ക് എത്രയാണ് വയസ്സ്, അവരുടെ ബിസിനസ്സിന് പറ്റുമോ പറ്റൂല, അവരുടെ ജോലി എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ഇടാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉള്ള 210 ആളുകളെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഈ ബിസിനസ് സീരിയസ് ആയിട്ട് 2 to 5 കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ അവരെ അക്കൗണ്ടിലേക്ക് 2,10,000 എന്ന ആഴ്ചയിൽ മാക്സിമം ഒരു ഐഡി കൂടെ കിട്ടുന്ന വരുമാനം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ലിസ്റ്റിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെട്രോൾ ടാങ്കില് പെട്രോൾ കുറവാന്ന് അർത്ഥം. അതുകൊണ്ട് ലിസ്റ്റ് എല്ലാവരും നിർബന്ധമായിട്ടും എണ്ണം കൂട്ടുക. അതുപോലെ തന്നെ ലിസ്റ്റ് ഇനി 210 ആയാലും അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മളെ പെട്രോൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണ അടിക്കുമല്ലോ, അതേ രൂപത്തില് തന്നെ നമ്മൾ വീണ്ടും ലിസ്റ്റ് കൂട്ടിക്കൊണ്ടുവരണം, പുതിയ ലിസ്റ്റുകൾ എഴുതണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡെപ്ത് ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ലീഡറെ താഴെ ഏറ്റവും അടിയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അവരെ സീരിയസ് ആക്കിക്കൊണ്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം അതിന്റെ മുകളിലുള്ള എല്ലാ ആളുകൾക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഡെപ്ത് ബിൽഡിങ് ചെയ്തുകൊണ്ട് ലിസ്റ്റിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് പേഴ്സണൽ സ്പോൺസറിങ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൽ പരാജയപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റ് എണ്ണം കൂട്ടുക. ലിസ്റ്റ് കൂട്ടാത്തവരൊക്കെ ഫാസ്റ്റ് ട്രാക്ക് അറബോ ലീഡേഴ്സ് പരിശോധിക്കുക. താഴെ വന്ന ആളുകളൊക്കെ അവരെ ലിസ്റ്റ് എത്ര ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ലിസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ആ വ്യക്തി ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് അത് സീരിയസ് ആക്കി ഏറ്റെടുക്കാൻ വേണ്ടി അവരെ വീട്ടിൽ പോയി ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ലിസ്റ്റ് എണ്ണം കൂട്ടണം. അതൊരു ഫോളോ അപ്പ് ആണ്.
ഈ ലിസ്റ്റിൽ എണ്ണം കൂടാതെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ മാത്രം നടന്നു കഴിഞ്ഞാൽ അവരൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളായിട്ട് മാറും, ബിസിനസ് ഡെവലപ്പ് ആവില്ല. അതിലൂടെ നമുക്ക് പെട്ടെന്ന് ഈ ബിസിനസ് നിർത്തി പോകാൻ ഒരു കാരണക്കാരനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലിസ്റ്റിന്റെ എണ്ണം കൂട്ടുക. ആ എണ്ണം കുറയൽ ഈ ബിസിനസ് നിർത്തി പോകാനും ഈ ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും എണ്ണം കൂട്ടുക, ലിസ്റ്റിൽ എണ്ണം കൂട്ടുക. മൂന്നാമതായിക്കൊണ്ട് ഞാൻ ഇതിൽ പറയുന്നത്, നമുക്ക് ഈ ബിസിനസ്സിൽ പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ ക്യാരക്ടർ മാറ്റാൻ തയ്യാറാവണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ബിസിനസ്സിൽ വരുന്നതിന്റെ മുമ്പ് പുകവലിക്കുന്നവര്, മദ്യപിക്കുന്നവര്, പാൻപരാഗ് ഉപയോഗിക്കുന്നവര്, അതുപോലെ തന്നെ മറ്റുള്ള ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര്, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം എടുത്ത കാര്യങ്ങൾ, ഒരു കാര്യം പറയേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോവുക. അതും നമ്മുടെ ബിസിനസ്സിൽ പറ്റാത്തൊരു സ്വഭാവമാണ്. എടുത്തുചാട്ടം സംസാരത്തിനാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും എടുത്തുചാട്ടം ഈ ബിസിനസ്സിൽ പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റിയതാണോ അല്ലേ, ഇതിവിടെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഗുണമുള്ള കാര്യമാണോ അല്ലേ എന്ന് നമ്മൾ ആദ്യം മൈൻഡിൽ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം, അത് ആലോചിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാവില്ല. ചില ആളുകൾ ടീമൊക്കെ നിർത്തി പോകാൻ കാരണം ലീഡേഴ്സിന്റെ സംസാരത്തിലുള്ള പെരുമാറ്റത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ആ ലീഡർ തന്നെ നശിക്കാൻ കാരണം ഇതിലുള്ള പ്രവർത്തനങ്ങളുടെ കാരണവും അതുപോലെ തന്നെ സംസാരത്തിലെ കാരണമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ക്യാരക്ടർ മാറാൻ നമ്മൾ തയ്യാറാവുക. മാറാൻ തയ്യാറാകാത്തവർ ഈ ബിസിനസ്സിൽ പരാജയപ്പെടും. അതുപോലെ തന്നെ ഏതൊരു സംസാരത്തിന്റെ കാര്യം, എടുത്ത് ചാട്ടം, അതുപോലെ തന്നെ ഞാൻ പറയേണ്ട കാര്യം ആരെ മുഖത്ത് നോക്കി തുറന്നു പറയും, അത് ഈ ബിസിനസ്സിന് പറ്റുന്ന സ്വഭാവമല്ല. അത് ഈ ബിസിനസ്സിനല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റേണ്ട ഒരു സ്വഭാവമാണത്. നമ്മൾ പറയേണ്ട സമയത്ത്, അതായത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യം ഇന്ന ആളോട് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പറയണമെന്ന ഒരുപാട് ഇന്നകളുണ്ട്. ഇത് നമ്മൾ ആലോചിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് പറയേണ്ട ആള് ആണോ നോക്കണം. ഇത് ഇയാളോട് പറയേണ്ട കാര്യമാണോ എന്ന് നോക്കണം. ഇപ്പോഴാണോ അത് പറയേണ്ടത് നോക്കണം. അതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിലല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ പരാജയപ്പെടാൻ ഒരു കാരണം നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ തയ്യാറാവണം. അതുപോലെ തന്നെ 3 ലെവേഴ്സ്, അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റേണ്ട കാര്യമാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ. അതായത് ഈ ബിസിനസ്സിൽ നമ്മൾ 3 ലെവേഴ്സ് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഈ ബിസിനസ്സിലെ ഈ ഇടപാടുകൾ. അതായത് പണമിടപാടും പ്രൊഡക്റ്റ് ഇടപാടുകളും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ ടീമിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്, തകർക്കുകയാണ്. അത് കൊടുക്കാൻ പറയേണ്ട കടം വാങ്ങണേന് കുഴപ്പമില്ല, പക്ഷെ അത് അപ്ലൈന് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പറ്റുള്ളൂ. ഒരു TCന്റെ താഴത്തു നിന്ന് ഒരാൾ പണം വാങ്ങുകയാണെങ്കിൽ ആ TC ലീഡർ അത് അറിയണം. നേരെ മറിച്ച് നമ്മൾ അതിനെ പറ്റി ഒരു പരാതി പറയുമ്പോ ആരോട് ചോദിച്ചിട്ട് പണം കൊടുത്തെന്ന് ചോദിക്കും നമ്മള്. അപ്പൊ നമുക്ക് ഒരു ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പണമിടപാട് നിർബന്ധമായിട്ട് നമ്മുടെ ടീമിൽ പാടില്ല. അത് നമ്മുടെ ബിസിനസിനെ തകർത്തും. അതായത് ഒരു TC താഴെ പിടിക്കുകയാണ്, താഴെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേ ഐഡിയ എടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസറായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു TC വിളിക്കുക. ആ സമയത്ത് ഈ വ്യക്തി TCനോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എടുക്കൂല. അത് തരാനുള്ള പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഫോൺ എടുക്കൂല. അതുകൊണ്ട് തന്നെ ബിസിനസ് തകരും. അതുകൊണ്ട് ഒരിക്കലും പണമിടപാടുകൾ കൊടുക്കാനുള്ളതാണെങ്കിൽ കറക്റ്റ് സമയത്ത് കൊടുക്കുക. പ്രൊഡക്റ്റ് ആണെങ്കിലും എടുത്തത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അത് ബാധിക്കും. മാക്സിമം നമ്മള് പണമിടപാടുകൾ നമ്മൾ ഇല്ലാതാക്കുകയാണ് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും നല്ലത്. മറ്റൊന്ന്, ആണ് പെണ്ണ് തമ്മിലുള്ള പ്രശ്നം. ചില ആളുകള് ജീവിതത്തിൽ തന്നെ ഇത് രക്തത്തിൽ അരിഞ്ഞവരുണ്ടാവും, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ആളുകള്. അവർ പിന്നെ ഈ ബിസിനസ്സിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ആണും പെണ്ണും നമ്മളെ ബിസിനസ്സിൽ വരും. അവരെ നമ്മൾ വ്യത്യസ്തമായി കൊണ്ട് തന്നെ കാണണം. അവരെ നമ്മൾ നല്ല രൂപത്തിൽ അടുത്തുകൊണ്ട് നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ പോലുള്ള രൂപത്തിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ ബിസിനസ് ഉടനടി തകരും. അതുകൊണ്ട് 3 ലെവേഴ്സിലെ രണ്ടാമത്തെ കാര്യം, ആണും പെണ്ണും നമ്മൾ ആണും പെണ്ണായിക്കൊണ്ട് തന്നെ കാണുക.
അവരെ നമ്മൾ പേപ്പർ വായിക്കുമ്പോ എങ്ങനെയാണോ നമ്മൾ പിടിക്കുക അതേ രൂപത്തിലാണ് നമ്മളെ ടീമിലുള്ള സ്ത്രീകളെ നമ്മൾ പിടിക്കേണ്ടത്. അതായത് പറ്റ അടുപ്പിച്ചാലും പറ്റൂല, പറ്റ വിട്ടുപോകാനും പറ്റൂല. ആ രൂപത്തിൽ നമ്മൾ പിടിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, ഈ പേപ്പർ ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് കാണാൻ പറ്റൂല, നേരെ മറിച്ച് ഈ ലെവലിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ രൂപത്തിലാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം നമ്മളെ ഈ ബിസിനസ്സിൽ പാടുള്ളൂ. ഡയറക്ട് സെല്ലിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ്. അവിടെ ആണിനും പെണ്ണിനും പിന്നെ ഏത് സമയത്തും ഇറങ്ങി നടക്കാനും പിന്നെ ഒപ്പം കിടക്കാനൊക്കെ പറ്റും. പക്ഷേ ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ആളുകളുടെ നിബന്ധന അവിടെ സ്ഥാപിച്ചത് ഡയറക്ട് സെല്ലിങ്ങില് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമാണ്. അതൊരിക്കലും സ്വന്തം ഭാര്യയെ പോലെ കൊണ്ടു നടക്കാനോ പെരുമാറാനോ പറ്റൂല. അതോടുകൂടി ബിസിനസ് തകരും. അതുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം നമ്മുടെ ടീമിൽ ശ്രദ്ധിക്കണം. ആ സ്വഭാവം നമ്മുടെ രക്തത്തിൽ അരിഞ്ഞ ആളുകളാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഈ ബിസിനസ് കൊടുക്കാൻ തന്നെ പറ്റൂല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം. നമ്മുടെ ബിസിനസ് ആകെ ചാളിയാക്കിയിട്ട് അവർ പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പെരുമാറ്റവും സ്വഭാവമുള്ള ആളുകളെ പെരുമാറ്റം മാറ്റാൻ തയ്യാറായാൽ നമുക്ക് ബിസിനസ്സിൽ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച ആളുകൾ നമ്മുടെ ടീമിൽ വരും. അവരെ നമ്മൾ പ്രത്യേകം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ഈ ബിസിനസ്സിൽ അത് പറ്റൂല. കാരണം അത് നമ്മൾ ചെയ്യുന്നത് മാനേജ്മെന്റ് ബിസിനസ്സാണ്. ഒരു ഹോം മീറ്റിംഗിൽ ഒരു ലഹരി അടിച്ച ആൾ ഇരിക്കുകയാണ്. നമ്മുടെ ലീഡർ ആയിക്കോട്ടെ, ഒരു ബെറി സ്റ്റാറോ ഡബിൾ സ്റ്റാറോ ഫാസ്റ്റ് ട്രാക്കറോ ഒക്കെ ആയിക്കോട്ടെ. അയാൾ ലഹരി അടിച്ച് നമ്മൾ ഈ പിന്നെ ടീം മീറ്റിംഗിലോ ബിസിനസ് മീറ്റിംഗിലോ ഇരിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോ അവിടെ ആ നാട്ടിൽ തന്നെ ബിസിനസ്സുമായിട്ട് പിന്നെ പോകാൻ പറ്റൂല. ആരെങ്കിലും പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഇവിടെ ഒരാള് പിന്നെ ലഹരി അടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് കച്ചറ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ മീറ്റിംഗിൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ബിസിനസ് തന്നെ തകരും. അതുകൊണ്ട് ഒരിക്കലും ആ സ്വഭാവമുള്ള ആളുകൾ അത് പെട്ടെന്ന് മാറ്റി വെക്കണം. നമ്മുടെ ബിസിനസ്സിൽ ലഹരി, കഞ്ചാവ്, അതുപോലെ തന്നെ മറ്റുള്ള മയക്കുമരുന്നുകൾ, സിഗരറ്റ് വരെ നമ്മുടെ ബിസിനസ്സിൽ പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ലീഡറെ കോപ്പി അടിക്കാനാ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളത്തെ ലീഡർമാരാണ്. ഒരുപാട് ആളുകൾ നമ്മളെ താഴെ ജോയിൻ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യാനുമാണ് ഈ ബിസിനസ്സിൽ ഐഡിയ എടുത്തത്. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറില്ലെങ്കിൽ നമ്മളെ തെറ്റുകുറ്റങ്ങൾ അവരും പ്രവർത്തിക്കുമ്പോൾ അവരെന്താകും, ഈ ബിസിനസ് നിർത്തിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ടീമില് ആയിരക്കണക്കിന് ആളുകളെ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള വലിയ ലീഡറായി മാറാൻ വേണ്ടിയിട്ട് ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ക്യാരക്ടറാണ്. അത് മാറ്റാൻ തയ്യാറായവരൊക്കെ ഇതിൽ വിജയിക്കും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ടീമിലും നമ്മുടെ സക്സസ്ഫുള്ളി ഗ്ലോബലിൽ തന്നെ ഒരുപാട് ആളുകൾ മദ്യപിച്ച് നാട്ടിലും കച്ചറയും കുലുമാലൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഈ ബിസിനസ്സിൽ വന്ന് ചെറിയൊരു റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് സ്റ്റേജിൽ കയറുമ്പോ തന്നെ പറയുന്നത് ഒന്നാമത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ആ ലഹരിയെ മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സ്നേഹമുള്ള എന്റെ ഇതിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരോടും പറയുന്നത്, ലഹരി നമ്മുടെ നാട്ടിലും നമ്മുടെ ടീമിലും നമ്മുടെ ബിസിനസ്സിലും ഒരിക്കലും നമുക്ക് ഒരു വിജയം കൊണ്ടു തരൂല. അത് മാറ്റി വെക്കുക. നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്ന ഒരുപാട് ആളുകള് നമ്മളെ വിജയിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മുടെ താഴെ. അവര് ഇല്ലാത്ത പൈസക്ക് എങ്ങനെയൊക്കെ കടം വാങ്ങിയും ഉള്ളത് വിറ്റിട്ടും പണയം വെച്ചിട്ടൊക്കെ നമ്മള് ഐഡിയ അടിച്ച് ജോയിൻ ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്. അവരുടെ ലൈഫ് നമ്മളെ കയ്യിലാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി എല്ലാ മാണ്ടാത്ത കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാൻ റെഡിയാവുക. അതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. മൂന്നാമതായിക്കൊണ്ട് ത്രീനവേഴ്സിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് ക്രോസ് ലൈൻ ബന്ധം. നമ്മളെ താഴെ തന്നെ ഇതിൽ വിശ്വസിച്ച് വന്ന ഒരുപാട് ആളുകളുണ്ട്, ഐഡിയ അടിച്ച് ജോയിൻ ചെയ്ത ആളുകളെ. അവരെ വിളിക്കാൻ സമയം കിട്ടാത്ത ആളുകൾക്ക് ക്രോസ് ലൈനെ വിളിച്ചുകൊണ്ട് അവരോട് ഒരുപാട് കിന്നാരം പറഞ്ഞ് അവരെ സുഖിച്ചുകൊണ്ട് അവരെ ബിസിനസിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ നിർത്തിപ്പോയ ചരിത്രം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ക്രോസ് ലൈൻ ബന്ധം ഒരിക്കലും നമുക്ക് നല്ലത് കൊണ്ടുതരൂല. അതായത് നമ്മളെ വിജയിപ്പിക്കൂല. നമ്മുടെ ക്രോസ് ലൈനെ നമ്മളെ പരാജയപ്പെടുത്തും എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇതിലുള്ള പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാരും നിലവിലുള്ള പഴയ ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും. ക്രോസ് ലൈനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചായ കുടിച്ചോ വെള്ളം എപ്പോഴാ വരുന്നത് അതൊക്കെ ചോദിക്കാം. അല്ലാതെ പറ്റമുണ്ടാകുന്നല്ല പറയുന്നത്. നമ്മളെന്താ മറ്റുള്ള ബിസിനസ് കാര്യങ്ങളും അതുമായി നിങ്ങളെ ടീമിൽ ആരോ എവിടെയൊക്കെ ടീമിലുള്ളത്, എവിടെയൊക്കെ മീറ്റിംഗ് നടക്കുന്നത്, എത്രയാണ് ഇപ്പൊ വോളി ആയത്, ഇനി എത്ര നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്രോസ് ലൈൻ ബന്ധത്തിനോട് സംസാരിക്കരുത്. ഈ ആഴ്ചത്തെ വരുമാനം എത്രയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മളെ ചടപ്പിച്ചിട്ട് നമ്മളെ ബിസിനസ് ഇല്ലാതാക്കും. പിന്നെ ആ ഏരിയയിലുള്ള ടീമിനെ അവർ പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും ക്രോസ് ലൈൻ ബന്ധം ഈ ബിസിനസ്സിൽ പാടില്ല. ഇത് ഞാൻ പറഞ്ഞ നിയമമല്ല,
ഇത് സക്സസ്ബറി ഗ്ലോബലിന്റെ നിയമമല്ല, ഇത് ഡയറക്ട് സെല്ലിങ്ങിന്റെ മൊത്തത്തിലുള്ള നിയമമാണ്. ഈ ക്രോസ് ലൈൻ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തളരും. അതുകൊണ്ട് മാക്സിമം ക്രോസ് ലൈൻ ബന്ധം നമ്മുടെ ടീമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കരുത്. മറ്റുള്ള ആളുകളുടെ ഫോൺ നമ്പർ വരെ നമ്മുടെ ടീമില് ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തകരും. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും ഉണ്ടാകരുത്. നമ്മൾ വിളിക്കുന്നതൊക്കെ നമ്മളെ ടീമിലേക്കും നമ്മൾ അപ്ലൈനോട് വിളിക്കുക. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്ലൈനുമായി സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അല്ലാതെ ക്രോസ് ലൈന് നമുക്ക് ഒരിക്കലും നമ്മൾ വിജയിക്കണമെന്ന ഉദ്ദേശമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ വാപ്പ നമ്മളെ ഉപദേശിക്കും, നമ്മളെ അയൽവാസിയായ വാപ്പ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഉപദേശിക്കൂല. കാരണം നമ്മൾ വിജയിക്കണമെന്നും നമ്മളിതിൽ അച്ചീവർ ആകണമെന്നും ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് നമ്മുടെ പിതാവാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അപ്ലൈന്മാരും. നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നും ഇതിൽ ഒരുപാട് ഡെവലപ്പുകൾ ചെയ്തുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റുകൾ കരസ്ഥമാക്കണമെന്നും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മൾ അപ്ലൈന്മാരാണ്. അതുകൊണ്ട് ഉപദേശം തേടേണ്ടത് അപ്ലൈനോട് മാത്രമാണ്. ക്രോസ് ലൈനോട് ഉപദേശം തേടാൻ പാടില്ല. അതിലൂടെ നമ്മൾ പരാജയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ നമ്മളെ ശീലങ്ങൾ നമ്മൾ മാറ്റാൻ റെഡി ആവണം. അതായത് ഒരു ക്യാരക്ടറാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നല്ല സ്വഭാവമുള്ള, നല്ല പെരുമാറ്റമുള്ള, നല്ല സംസാരമുള്ള ഒരു സ്വഭാവമുള്ള ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാറാൻ തയ്യാറാവുമ്പോഴാണ് ഇതിൽ വിജയിക്കുള്ളൂ. അത് മാറാൻ റെഡിയാകാൻ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതിൽ പരാജയപ്പെടും. ഇനി നമ്മുടെ നാട്ടിൽ പരാജയപ്പെട്ട ആളുകളെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കും ഈ ബിസിനസ് നിർത്തിപ്പോയവരും പരാജയപ്പെട്ടവരും. എന്നിട്ട് നമ്മൾ പുതിയ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ ഓല് പോയി അന്വേഷിക്കണം, ഇജ്ജ് പണ്ട് ആ മൈലേഫിഷ്യൽ ചെയ്തിട്ടില്ലേ, എന്നിട്ട് അത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ അവർ പരാജയത്തിന്റെ കഥയാണ് പറയാ. എന്നാൽ വിജയിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും, അവരോട് ഇതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ ആരും പറ്റൂല. എന്നാൽ പരാജയപ്പെട്ട് നിർത്തിപ്പോയ ആളുകളോട് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അവർ പരാജയം വീണ്ടും ഏറ്റുവാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ടീമിൽപ്പെട്ട ആളുകൾ, ഈ സക്സസ്ഫുൾ ഗ്ലോബലിന്റെ ആളുകൾ ഈ കാര്യങ്ങൾ മാറ്റാൻ റെഡിയായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ടീമിൽ പരാജയം ഉണ്ടാവില്ല, നിർത്തിപ്പോക്ക് ഉണ്ടാവില്ല. അത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ക്യാരക്ടർ നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു ഘടകമാണ്. അത് മാറ്റാൻ റെഡിയാവുക, നമ്മുടെ സ്വഭാവം മാറ്റുക. അതുപോലെ തന്നെ മറ്റത് 4മതായിക്കൊണ്ട് ഈ ബിസിനസ്സിൽ നമ്മൾ പരാജയപ്പെടാൻ കാരണം നോ കേൾക്കാൻ തയ്യാറാകാത്തവരാണ്. കുറച്ച് ആൾക്കാരെ നോ പറയും. നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ലിസ്റ്റിലൊക്കെ ഉള്ള ആള് നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി ലീഡേഴ്സിനെയൊക്കെ കൊണ്ടുപോയി ഏറ്റവും നല്ല ലീഡേഴ്സിനെയൊക്കെ കൊണ്ടുപോയി സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് പറയും ഞാനില്ല, എനിക്ക് അതിന് ഒഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പൊ തന്നെ നല്ല ലെവലിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് നോ പറയുന്ന സമയത്ത് ഈ കൊണ്ടുപോയ ലീഡർ എന്താക്കുക അറിയോ? തളരും. അത് ഈ ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോ എന്ന് കേൾക്കാൻ, എത്ര നോ കേൾക്കാൻ റെഡിയാകുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ വളരും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ നന്ദി പറയാ, അവിടെ നോ പറഞ്ഞ ആളോട് താങ്ക് യു ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടില് ഒരു പേസ്റ്റോ ഒരു റൗണ്ട് ഈ 2 സാധനം നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. അതിലൂടെ നമുക്ക് ബിസിനസ് പിന്നെ കയറി പോകാൻ പറ്റും. ആ വീട്ടിലെ ഏതെങ്കിലും 2 സാധനം പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പിന്നെ അവിടെ സംസാരിക്കും. പേസ്റ്റും ഈ റൗണ്ട് ബാറും പറയാൻ കാരണം അത് ആ വീട്ടിലെ എല്ലാവരും ഉപയോഗിക്കും. നേരെ മറിച്ച് നോവേദനാജല്ലോ അല്ലെങ്കിൽ മറ്റേ ചാമ്പിത്തേലോ ചിലപ്പോൾ എല്ലാവരും ഉപയോഗിക്കൂല. എന്നാൽ പേസ്റ്റ് ചെറിയ കുട്ടികൾ മുതൽ ആ വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ച് ഉപയോഗിക്കും. അതുപോലെ തന്നെ ആ വീട്ടില് അടുക്കള പോസിറ്റീവ് ആകാനാണ് നമ്മളെ റൗണ്ട് ബാർ അവിടെ കൊടുക്കുക എന്ന് പറയുന്നത്. ഈ 2 സാധനം നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. അത് പിന്നീട് ഒരു ഫോളോ അപ്പ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്താക്കുക, ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും നോ പറഞ്ഞാലും 2 ഉൽപ്പന്നെങ്കിലും അവിടെ ആ വീട്ടിൽ നമ്മൾ സെയിൽസ് ചെയ്തുകൊണ്ട് അതിന്റെ MRP തന്നെ വാങ്ങിക്കൊണ്ട് നമ്മൾ പോരണം. അപ്പോഴാണ് വീണ്ടും നമുക്ക് ആ ഉൽപ്പന്നത്തിനെ പറ്റിയുള്ള ക്വാളിറ്റി. പിന്നെ ചോദിക്കുക എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കണം അവരോട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ നല്ല ഉഷാറുണ്ട്, നല്ലതാണ്, എന്നാ കഴിഞ്ഞാൽ പറയണട്ടോ എന്ന് പറയാം. വീണ്ടും അവർ ഉൽപ്പന്നം വാങ്ങുമ്പോൾ അവരോട് പറയാം എന്നാൽ ഇത് നല്ല സാധനമല്ലേ, നിങ്ങൾ 2 ആൾക്കാർ എനിക്ക് പരിചയപ്പെടുത്തി തരീന്ന് അവരോട് റെക്കമെൻഡ് സെയിൽ അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവരിലൂടെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് അതൊരു ബിസിനസ് ആക്കിക്കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് നോ എന്ന് പറഞ്ഞ ആളുകളെ നാ ശരി എന്ന് പറഞ്ഞു പോരലല്ല, എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലാനും ഉൽപ്പന്നങ്ങൾ മാറി മാറി കൊടുക്കാനുള്ള ഒരു കസ്റ്റമർ വീടാക്കി അതിനെ മാറ്റാൻ സാധിക്കണം. അതിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ റാങ്ക് മാറാനും നമ്മൾ എല്ലാത്തിനും നമുക്ക് വിജയിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നോ കേൾക്കാൻ റെഡി ആവുക. ഏറ്റവും കൂടുതൽ നോ കേൾക്കുന്നവരാണ് ഇതിൽ
വലിയ റാങ്ക് ഹോൾഡേഴ്സ്. ഇപ്പൊ മുബീൻ സാറൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ചരിത്രം എന്ന് പറഞ്ഞാല് ഒരുപാട് യാത്ര ചെയ്തിട്ട് ഒരു വീട്ടിലൊക്കെ ചെന്നിട്ട് പ്ലാൻ പറയുമ്പോ അവിടുന്ന് നോ പറയും, വീണ്ടും അവിടെ തന്നെ ചെല്ലുകയാണ്. അങ്ങനെ ഒരുപാട് വട്ടം പ്ലാൻ പറഞ്ഞും പിന്നെ നോ കേട്ടിട്ടൊക്കെയാണ് ഇതിൽ ഒരുപാട് ആൾക്കാർ സീരിയസ് ആയത്. ഞാൻ തന്നെ ഇതില് 1 വർഷത്തോളം ഈ ബിസിനസ്സിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോനോരോ പറഞ്ഞു. വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പാലിയേറ്റീവിന്റെ ഓഫീസിൽ ഇതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു അരമണിക്കൂറല്ല എന്ന് കയറി ഇരുന്നതാ. അതിലാണ് ഇതിലുള്ള ഉൽപ്പന്നങ്ങളുടെ ശ്രദ്ധ എന്നെ ആകർഷിച്ചത്. കാരണം എനിക്ക് വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായത്, അത് മാറാനുള്ള രക്തം ശുദ്ധിയാക്കലാണ് അതിന് മാർഗമെന്ന് എനിക്കറിയാം. അപ്പൊ രക്തം ശുദ്ധിയാക്കാനുള്ള ഉൽപ്പന്നം ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ബ്ലഡ് പ്യൂരിഫയറിനൊക്കെ പരിചയപ്പെടുത്തിയപ്പോ അന്ന് എന്റെ അപ്ലൈൻ മെന്റർ നിഷാന്ത് സാറാണ് അവിടെ ക്ലാസ് എടുത്തത്. ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നുണ്ട്. കാരണം അന്ന് ഞാൻ ഒരു ഒഴിവില്ലാതെ ഓടി നടക്കുന്ന ഒരാളായിരുന്നു. അതായത് ഒരു 5-6 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. നേരത്തെ അമിതാ മാഡം സൂചിപ്പിച്ചു. അങ്ങനെ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ രാത്രിയോ പകലോ ഉറക്കം വഹിച്ചുകൊണ്ട് ചില ദിവസമൊക്കെ ഉറങ്ങാതെ തന്നെ വർക്ക് എടുക്കുന്ന ആളാ. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാനിപ്പോ അതിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി ഫുൾ ടൈം ആയിട്ട് നമ്മുടെ ബിസിനസ് സന്തോഷത്തോടു കൂടി ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നോ എന്ന് കേൾക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും നോ പറയും, നോ കേൾക്കാൻ റെഡിയാകുക. ഒരാളെ തന്നെ നോ എന്ന് ഒരുപാട് പ്രാവശ്യം പറയുമ്പോ പിന്നെ ഈ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും ഒന്ന് വരാന്ന് പറഞ്ഞിട്ട് അയാൾ തരും. അതിലൂടെ നമുക്ക് വലിയ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നോ കേൾക്കാൻ തയ്യാറാകുന്നവരാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതും വിജയിക്കുന്നവരും. എന്നാൽ നോ കേൾക്കാൻ റെഡി ആകാത്തവർ പെട്ടെന്ന് ഈ ബിസിനസ് നിർത്തിപ്പോവുകയും അവരുടെ സ്വപ്നങ്ങളൊക്കെ താളം തെറ്റിക്കൊണ്ട് അവർ സാധാ ജീവിതത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിൽ എനിക്ക് അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകളും നോ കേൾക്കാൻ റെഡിയാവുക. ഈ ഒരുപാട് ആളുകളുടെ നോ കേൾക്കുമ്പോൾ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഫോളോ അപ്പിന്റെ പവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് ചെയ്യാത്ത ആളുകൾ ഈ ബിസിനസ് പരാജയപ്പെടും. അപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് ഹോം മീറ്റിങ്ങുകളും അതുപോലെ തന്നെ മറ്റുള്ള മീറ്റിങ്ങുകളും വട്ടുവണ്ണൊക്കെ കൊടുക്കും. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് പിന്നെ ചെയ്യൂല. ഒരു പ്രാവശ്യം പോയി പറഞ്ഞു കൊടുക്കും, പിന്നീട് അങ്ങോട്ട് പോകുന്നല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ബിസിനസ് പരാജയപ്പെടും. ഫോളോ അപ്പിന്റെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റൂല. കാരണം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ഏതൊരു വ്യക്തിയുടെ അടുത്തും ഒറ്റ പ്രാവശ്യം കൊണ്ട് ജോയിൻ ചെയ്തത് ചുരുക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ ഫോളോ അപ്പ് കഴിഞ്ഞ് വീണ്ടും ഫോളോ അപ്പ് പിന്നെ ഫോളോ ത്രൂ എന്നൊക്കെ പറയും. അതായത് ഒരുപാട് പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടും ഇതിൽ ബിസിനസ് ഏറ്റെടുത്ത ആളുകൾ ഉണ്ടാവും. ഞാനൊക്കെ ഇതിൽ ബിസിനസ്സിന് 1 വർഷം 2 വർഷമൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളുണ്ട് നമ്മുടെ ടീമില്. അങ്ങനെയൊക്കെ എന്റെ വീട്ടില് ഒരു ദിവസം ഞാൻ ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെ വെച്ചാല് നല്ല ഫുഡ് ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ലീഡറെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അവിടെ അന്ന് നിശാന്ത് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആ പ്രോഗ്രാമിന് തീരുമാനമെടുത്ത് ഇപ്പൊ STC ആയി ഇനി RTC ആകാൻ പോകുന്ന ലീഡേഴ്സ് ഒക്കെ നമ്മുടെ ടീമിലുണ്ട്. അത് ഫോളോ അപ്പിന്റെ പവറാണ്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് 100 ദിവസം കൂടുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ മനസ്സല്ല 100 ദിവസം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് മാറും, ചേഞ്ചിങ് വരും. അങ്ങനെ 100 ദിവസം കഴിയുമ്പോഴേക്കാൾ പിന്നെ നമ്മളിത് പറയാം, അപ്പൊ അവരെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഓരോ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മളൊരു പ്ലാൻ കൊടുത്ത ആളുകൾ പിന്നെ നമ്മളെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് നിർബന്ധമാണ്. ബിസിനസ്സിൽ ഫോളോ അപ്പ് ഉണ്ട്, ഒരുപാട് കേസ് ഫോളോ അപ്പ് ഉണ്ട്. ഒന്ന്, പ്രൊഡക്റ്റിന്റെ ഫോളോ അപ്പ്. നമ്മൾ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഡേറ്റ് ഇടണം. ഒരു പേസ്റ്റ് കൊടുത്താൽ ആ ഡേറ്റ് ഇടും. കാരണം 150 ഗ്രാം പേസ്റ്റ് ആണ് നമ്മളെ ഓണേനോണം പേസ്റ്റ്. ഒരാൾ 1 ഗ്രാം പേസ്റ്റ് ഒരു ദിവസം ഉപയോഗിക്കും. അപ്പൊ 2 നേരം പല്ല് തേക്കുന്ന ആള് 2 ഗ്രാം പേസ്റ്റ് ഉപയോഗിക്കും. അപ്പൊ ഒരു വീട്ടില് 5 ആളുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 10 ഗ്രാം പേസ്റ്റ് ചെലവാകും. അത് നമ്മൾ കണക്കിടണം. ആ 10 ഗ്രാം പേസ്റ്റ് ആകുമ്പോൾ ഒരു പേസ്റ്റ് 150 ഗ്രാം എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ള നിഗമനം നമ്മൾ ഇവിടെ റെഡിയാക്കി വെക്കണം. അതിന്റെ ഡേറ്റ് ഇട്ടുകൊണ്ട് ആ ഡേറ്റിന് അവരെ വിളിക്കണം. നിങ്ങളെ പേസ്റ്റ് തീരാറായില്ലേ, കുറച്ചല്ലേ ഉള്ളൂ, അടുത്തത് ബുക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ അതിലൂടെ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് അത് ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ മൾട്ടി കാർഡും ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് കഴിഞ്ഞോ വെച്ച് വിളിക്കും. അത് ആകെ 10 ദിവസത്തിന് ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ കുടിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഇത് അവർ തോന്നിയ മാതിരി ഒഴിവുണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ കുടിക്കും.
അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടൂല, അതിലൂടെ ബിസിനസ് നമുക്ക് കിട്ടൂല. നമ്മളെ ഫോളോ അപ്പിന്റെ കുറവ് കൊണ്ട് ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടുകയും അതിലൂടെ ഒരുപാട് ബിസിനസ്സുകൾ കാരണം ആ ബിസിനസ്സിലൂടെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അന്ന് ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ് ഇത് സീരിയസ് ആയതും. അതുകൊണ്ട് ബിസിനസ്സിൽ പ്രൊഡക്റ്റിന്റെ ഫോളോ അപ്പ് ഉണ്ട്. അതുപോലത്തെ മറ്റൊരു ഫോളോ അപ്പ് ആണ് ബിസിനസിന്റെ ഫോളോ അപ്പ്. അതായത് നമ്മളൊരു ഉൽപ്പന്നം ഒരു പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മള് വീണ്ടും പിറ്റേന്ന് പോകാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മള് ഇത് ക്ലോസിംഗിലേക്ക് കടക്കാന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ല. നമ്മള് ഈ കാശ് ഇപ്പം ഗൂഗിൾ പേ ആണോ അതോ റെഡി കാശ് ആണോ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഹോം ഷോപ്പിൽ പർച്ചേസ് ചെയ്യല്? ചില ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവിടെ വെച്ചുകൊണ്ടെന്നാൽ നാളെ വരട്ടോ എന്ന് പറഞ്ഞാൽ ഈ കാശ് മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവർ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് അപ്പൊ തന്നെ ചെയ്യണം. ബിസിനസിന്റെ ഫോളോ അപ്പ് പ്ലാൻ കേട്ട ഉടനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് അവരെ കാശ് കയ്യിലാക്കുമ്പോഴാണ് അത് ബിസിനസ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിന്റെയും ഈ പ്രൊഡക്റ്റിന്റെയും പരസ്യക്കാരായിട്ട് മാത്രമേ മാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു മെച്ചം ഉണ്ടാവില്ല. ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ബിസിനസ് വോളിയം കയറുന്നതും നമ്മളെ റാങ്ക് മാറുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോളോ അപ്പ് നല്ലവണ്ണം മനസ്സിലാക്കുക. നാളെ ഒരു വ്യക്തി നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലേക്കോ പോവുകയാണ്. അയാളോട് ഇന്ന് പോയി പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അവര് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കാണുന്ന വെച്ചാല് അങ്ങനത്തെ ആളോട് പ്ലാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിറ്റേന്ന് തന്നെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി. മറ്റേത് എന്താ പറയുക, നമ്മളെ ബിസിനസ് ഫോളോ അപ്പിന്റെ കാര്യം നടക്കാത്തത് കൊണ്ട് ആ വ്യക്തി നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്ലാൻ പറയണം. ഫോളോ അപ്പ് അപ്പൊ തന്നെ നടത്താൻ പറ്റുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്. ഓരോ വ്യക്തിയെ പഠിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യും. ചില ആൾക്കാർക്ക് ബിസിനസ് എല്ലാം വേണ്ടിയ പ്രൊഡക്റ്റ് ആയിരിക്കും, അവരോട് പ്രൊഡക്റ്റ് ഊന്നിക്കൊണ്ട് സംസാരിക്കുക, അതിലൂടെ നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിസിനസ് മാത്രം പറയേണ്ട ആൾക്കാരുണ്ടാവും. ഇപ്പൊ നിശാന്ത് സാറിനൊന്നും ആ സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിശാന്ത് സാർ ഇതിൽ ജോയിൻ ചെയ്യൂല. അന്ന് ബിസിനസ് മാത്രം പറഞ്ഞത് കൊണ്ടാണ് നിശാന്ത് സാറ് ആ കടക്ക വീട്ടാൻ വേണ്ടി ഇതിൽ ജോയിൻ ചെയ്തു. അപ്പൊ കടക്ക പിന്നെ വീട്ടിൽ നല്ല വാഹനം എടുത്തു. ഇനി ഒരുപാട് ഡ്രീമുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ പോകുന്ന ലീഡറാണ്. അതുപോലെ അൽതാഫ് സാറും ഇവരൊക്കെ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞത് കൊണ്ടാണ് അവർ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തത്. അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ സീരിയസ് ആകുന്നതും. നമ്മളും ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് മാത്രം വിൽക്കലല്ല, ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സിൽ ഐഡിയ അടിക്കുന്നതൊക്കെ ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാക്കി മാറ്റുക. അതിലൂടെ നമുക്ക് എന്താകുക, ഹോം മീറ്റിങ്ങും ബിസിനസ് മീറ്റിങ്ങും ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് മറ്റൊന്ന് ലീഡർഷിപ്പിന്റെ ഫോളോ അപ്പ് ആണ്. ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ ഒരു പ്രാവശ്യം പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ അയാൾ GTS-നൊക്കെ വന്നതാ, പിന്നെ അവരെ വിളിക്കൂല, പിന്നെ അവരെ വിടും, അവർക്ക് കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കും, പിന്നെ അവരെ വിടും, പിന്നെ അടുത്ത ആൾ. അങ്ങനെയല്ല, പിന്നീട് അവരോട് പറയേണ്ടത് മലപ്പുറം GTS ഇവിടെ എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്, അടുത്ത ആഴ്ച നിങ്ങൾ വരണം, നിങ്ങൾ വരുമ്പോൾ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഒരു ടീം സാധിക്കും. അങ്ങനെ അവര് 8-10 GTS-ൽ പങ്കെടുക്കുന്നതോടുകൂടി പിന്നെ അവർ ഇതിൽ കടിച്ചാൽ പറ്റാത്തൊരു ലീഡറായി, ആട്ടി വിട്ടാലും പോകാത്തൊരു ലീഡറായിട്ട് മാറും. അതിന് നമ്മുടെ GTS നല്ലവണ്ണം ഉപയോഗിക്കുക. പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കാൻ ഫോളോ അപ്പ് ആണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പിന്റെ ഫോളോ അപ്പ്, അതുപോലെ എല്ലാത്തിനും ഫോളോ അപ്പ്, നമ്മുടെ സ്വഭാവം മാറ്റാനും ഫോളോ അപ്പ്. ഇത് ചെയ്യുന്ന ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. ഫോളോ അപ്പിന്റെ പവർ മനസ്സിലാക്കാതെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിർത്തിപ്പോയവരും ഇതിനെ കുറ്റം പറയുന്നവരും. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ബിസിനസ്സിൽ ആഴ്ചയിൽ 2,10,000 വാങ്ങുന്ന ലീഡർ ആണെങ്കിൽ വരെ അതിന്റെ അപ്ലൈൻ ലീഡർ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ലീഡർ ആയില്ലേ അവനെ ഫോളോ അപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. നമുക്കിതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ നമ്മുടെ മുറ്റത്തെത്തി കഴിഞ്ഞു. നമ്മുടെ പ്രോഗ്രാം നമ്മളെല്ലാവരും വലിയ ഒരു പ്രോഗ്രാമിനെ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതിലൂടെ ഓരോരോ ടിക്കറ്റുകളും നാളത്തെ ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർമാര് നാളത്തെ തീരുമാനമെടുത്ത ലീഡർമാരാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് സെല്ല് ചെയ്യുക. അതുപോലെ നമ്മൾ മാക്സിമം പ്രോഗ്രാമിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ബിസിനസ്സിലും ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ പരാജയപ്പെടൂല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും
വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് അപ്ലൈൻമെന്റ് നിശാന്ത് സാറിനും അതുപോലെ തന്നെ എന്റെ എല്ലാ ലീഡേഴ്സിനും SPGയിലെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്, ജയ് മലേഷ് സ്റ്റൈൽ. അസ്സലാമു അലൈക്കും. സാറെ കൺട്രോൾ ചെയ്യാം.